എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് OET സ്പീക്കിങ്ങിലെ ഹോം വിസിറ്റ് സെറ്റിംഗിൽ വരുന്ന റോൾ പ്ലേ കാർഡ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ആദ്യം റോൾ പ്ലേ കാർഡ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻ്റർലോക്യൂട്ടറിൻ്റെ കാർഡും അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ കാർഡും വായിക്കാൻ പറ്റും. നിങ്ങൾ വിശദമായിട്ട് രണ്ടും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. I hope you have gone through the role play card. ഇനി നമുക്ക് 1 by 1 ടാസ്ക് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ഹോം വിസിറ്റ് സെറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് നോൺ ആണ്. നമുക്ക് ഓൾറെഡി പേഷ്യൻ്റെ ഡാറ്റ കയ്യിലുണ്ട്. സോ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഇൻ്റർലോക്യൂട്ടറോട് ചോദിക്കാവുന്നതാണ് പേഷ്യൻ്റെ പേരെന്താണെന്ന്. സോ യു ക്യാൻ ആസ്ക് ഡ്യൂറിംഗ് ദ റോൾ പ്ലേ ഹൗ മേ അഡ്രസ് യു ഓർ വാട്ട് ക്യാൻ ഐ കോൾ യു ഡ്യൂറിംഗ് ദ റോൾ പ്ലേ. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇൻ്റർലോക്യൂട്ടർ പേഷ്യൻറ്റിനെ എങ്ങനെ അഡ്രസ് ചെയ്യാമെന്നുള്ള പേര് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് തൽക്കാലം പേഷ്യൻ്റെ പേര് ജോൺ എന്ന് അസ്യൂം ചെയ്യാം. സോ വി ക്യാൻ സ്റ്റാർട്ട് ദ റോൾ പ്ലേ. ഹോം വിസിറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കറക്റ്റ് വീട്ടിലാണോ എത്തിയെന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കാം? ഈസ് ദിസ് മിസ്റ്റർ ജോൺസ് ഹൗസ്? അതിനുശേഷം നമ്മൾ കറക്റ്റ് ആളോടാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം. ആം ഐ ടോക്കിംഗ് ടു മിസ്റ്റർ ജോൺ? ഓർ യു ക്യാൻ ആസ്ക് ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ ജോൺ? അപ്പോൾ ആൾ പറയും, ഇൻ്റർലോക്യൂട്ടർ പറയും ഞാൻ തന്നെയാണ് ജോൺ എന്ന് പറയും. ദെൻ വി ക്യാൻ ആസ്ക് ഈസ് ഇറ്റ് ദ റൈറ്റ് ടൈം ടു സ്പീക്ക് വിത്ത് യു? അപ്പോൾ പേഷ്യൻ്റ് യെസ് എന്ന് തന്നെയായിരിക്കും പറയുന്നത്. ഇൻ കേസ് ഇൻ്റർലോക്യൂട്ടർ പറയുവാണ് നോ ഐ എം ബിസി എന്ന് പറയുവാണ്, ആ സമയത്ത് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം? മിസ്റ്റർ ജോൺ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ നീഡ് ടു സ്പീക്ക് വിത്ത് യു, സോ കുഡ് യു പ്ലീസ് സ്പെയർ സം ടൈം? ഇങ്ങനെ പറയുമ്പോൾ പേഷ്യൻ്റ് ഉറപ്പായിട്ടും നമുക്ക് കുറച്ച് സമയം നീക്കി വെക്കുന്നതായിരിക്കും. ദെൻ വി ക്യാൻ സേ ദ റീസൺ വൈ വി ആർ വിസിറ്റിംഗ് ദ പേഷ്യൻസ് ഹോം. എന്താണ് ഇവിടെ പേഷ്യൻ്റ് റീസെൻ്റ് ആയിട്ട് COPD ഫ്ലെയറപ്പിന് ശേഷം ഓക്സിജൻ തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ യു ക്യാൻ സേ ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് നിതിൻ, ഐ എം എ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്, ഐ എം ഹിയർ ടു ചെക്ക് ഹൗ യു ആർ കോപ്പിംഗ് വിത്ത് ദ ഓക്സിജൻ സിലിണ്ടർ, സോ ഷാൾ ഐ കം ഇൻ? ഇങ്ങനെ പറയാൻ നേരത്ത് പേഷ്യൻ്റ് യാ പ്ലീസ് കം ഇൻ എന്ന് പറയും. അത് കഴിഞ്ഞ് നമുക്ക് ചോദിക്കാം, അതായത് ഹൗ ആർ യു ഫീലിംഗ് നൗ ഓർ ഹൗ ആർ യു മാനേജിങ് ദ ഓക്സിജൻ സിലിണ്ടർ? ഇങ്ങനെ ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് ആളുടെ കാര്യം പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം, എങ്ങനെയാണ്? സോ ഡു യു ഫേസ് എനി ഡിഫിക്കൽട്ടീസ് വിത്ത് ദ ഓക്സിജൻ തെറാപ്പി? ഈ രീതിയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പേഷ്യൻ്റ് ആളുടെ വിഷയം പറയും. ഇവിടെ ആദ്യത്തെ ഇൻ്റർലോക്യൂട്ടറിൻ്റെ ടാസ്ക് എന്താണ്? ആൾക്ക് ഡ്രൈനസ് ഓഫ് ത്രോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ്, അതായത് ബിക്കോസ് ഓഫ് ദ ഓക്സിജൻ തെറാപ്പി. അപ്പോൾ നമുക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യേണ്ട ടാസ്ക് എന്താണ്? ആദ്യം തന്നെ നമുക്ക് പേഷ്യൻറ്റിന് റീഅഷുറൻസ് കൊടുക്കണം. ഇത് സർവ്വസ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു വിഷയമാണ് ഓക്സിജൻ തെറാപ്പി എടുക്കാൻ നേരത്ത്. അതിനുശേഷം കോസസ് പറയണം, എന്തുകൊണ്ടാണ് ഡ്രൈനസ് ഓഫ് ത്രോട്ട് ഉണ്ടാകുന്നത്, പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സൊല്യൂഷനും നമ്മൾ പറഞ്ഞു കൊടുക്കണം. So you can say, Mr. John, I understand that this must be really difficult for you, but don't worry, almost all people who undergoes oxygen therapy experience the same problem. It is caused by the drying of mucous membrane along the respiratory tract, and it can be easily resolved by staying adequately hydrated. So how many liters of water do you take in a day? ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് ചിലപ്പോൾ പറയും 1 ലിറ്റർ 2 ലിറ്റർ നമുക്ക് പേഷ്യൻ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം, മിസ്റ്റർ ജോൺ പ്ലീസ് ഇൻക്രീസ് യുവർ വാട്ടർ ഇൻടേക്ക് ബൈ 1 more liter, that will be really helpful. Moreover, you can use a humidifier in your room to add extra moisture to the air. That can really help you in overcoming the dryness of the throat. You may also ask your healthcare provider for a saline nasal spray. It will help to alleviate your dryness to an extent. സോ ഇത്രയും സൊല്യൂഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതായത് ടാസ്കിൽ പറയാത്ത കാര്യങ്ങളും നമ്മുടെ അറിവിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടി. സോ ഇത്രയും പറഞ്ഞതിന് ശേഷം യു ക്യാൻ ആസ്ക് ദ പേഷ്യൻറ്റ് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഫൈൻ വിത്ത് യു എന്ന് നമുക്ക് ചോദിക്കാം. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ ടാസ്കിലോട്ട് കിടക്കാം. എന്താണ് മൂന്നാമത്തെ ടാസ്ക്? വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. സോ യു ക്യാൻ ആസ്ക് ആർ യു എക്സ്പീരിയൻസിങ് എനി അതർ സൈഡ് എഫക്ട്സ് ഫ്രം ഓക്സിജൻ തെറാപ്പി സച്ച് എസ് ഫീലിംഗ് ഹെഡേക്ക്, നോഷ്യ, കൺഫ്യൂസ്ഡ് ആൻഡ് സോ ഓൺ? അപ്പോൾ പേഷ്യൻ്റ് പറയാൻ പോകുന്നത് നോ ആയിരിക്കും. നോ പറയാൻ നേരത്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം ദാറ്റ്സ് ഗുഡ് ഓർ ഇറ്റ്സ് ഗുഡ് ടു ഹിയർ ദാറ്റ് എന്ന് നമുക്ക് പറയാം. അതിനുശേഷം ഇൻ്റർലോക്യൂട്ടർ പറയും ആൾക്ക് മാസ്ക് വെക്കുന്നുണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്, അതായത് സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട്, ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെന്ന് പറയാം. സോ അത് നമ്മൾ റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയാണ്? നമ്മുടെ ടാസ്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി സിമ്പതൈസ് വിത്ത് ദ പേഷ്യൻ്റ് എന്നാണ്. യു ക്യാൻ സേ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് യു ആർ ഹാവിങ് ഡ്രൈനസ് ഓഫ് യുവർ സ്കിൻ ബിക്കോസ് ഓഫ് ദ മാസ്ക് എന്ന് നമുക്ക് പറയാം. ഇനി ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് എന്നുള്ളൊരു ഫ്രേസ് അല്ലാതെ വേറെ എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ്സ് റിയലി അൺഫോർച്ചുനേറ്റ് ടു ഹിയർ ദാറ്റ് മിസ്റ്റർ ജോൺ, but don't worry, there is a solution for this problem also. You can use a moisturizing cream. You can apply a moisturizing cream on the affected area before placing the mask. It will help to avoid the problem to a certain extent. If you find that this is not solving the issue, then you can use one more option which is called nasal prawns. Do you know about that? എന്ന് നമുക്ക് ചോദിക്കാം.
അപ്പോൾ പേഷ്യൻ്റ് പറയുവാണെങ്കിൽ നേസൽ പ്രോങ്സ് എന്താണെന്ന് അറിയത്തില്ല, ദെൻ യു ക്യാൻ ഗിവ് എ സ്മോൾ എക്സ്പ്ലനേഷൻ അബൌട്ട് വാട്ട് ഈസ് നേസൽ പ്രോങ്. അപ്പോൾ നേസൽ പ്രോങ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നേസൽ പ്രോങ് is an alternative to mask. It's a small hollow tube that you can attach near to your nostrils. It will supply oxygen directly into the nostrils, thereby you can avoid using mask. It's more comfortable and convenient. Even you can converse with other people or drink water in between the therapy. ഇങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. And after that you can say, is that okay with you? Or how does that sound? Is it fine with you? എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പേഷ്യൻറ്റ് ദാറ്റ് സൗണ്ട്സ് ഗുഡ് എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാം. എന്താണ്, ഇഫ് യു റിക്വയർ മോർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് നേസൽ പ്രോങ്സ് or if you want to use nasal prongs, you can approach the community health center. We will definitely help you with that, or we can arrange some facility for that. So ഇത്രയും ചോദിച്ചു കഴിഞ്ഞ് you can ask the patient, is there anything else that you want to ask me എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ പേഷ്യൻ്റ് നോ ആയിരിക്കും പറയുന്നത്. then you can move to the second last task. എന്താണ്, ആൾ പുക വലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. സോ യു ക്യാൻ ആസ്ക് പെർമിഷൻ ബിഫോർ ആസ്കിങ് അബൌട്ട് ഹിസ് സ്മോക്കിംഗ്. എങ്ങനെ നമുക്ക് ചോദിക്കാം, മിസ്റ്റർ ജോൺ ഷാൾ ഐ ആസ്ക് യു എ പേഴ്സണൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം, മിസ്റ്റർ ജോൺ ഡു യു സ്മോക്ക് സിഗരറ്റ്സ് ദീസ് ഡേയ്സ്. ഇവിടെ പേഷ്യൻറ്റ് നോയിന്നായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. അതായത് പണ്ട് പുക വലിച്ചിരുന്നു, COPDക്ക് ശേഷം അതായത് ആൾ പുകവലി നിർത്തിയത്. സോ യു ക്യാൻ ഗിവ് എ പോസിറ്റീവ് റെസ്പോൺസ്. എങ്ങനെയാണ്, ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇതിനുശേഷം നമുക്ക് വീണ്ടും ചോദിക്കാം, സോ ഈസ് എവറിത്തിങ് ക്ലിയർ ഫോർ യു, ഡു യു വാണ്ട് ടു ആസ്ക് മീ എനിത്തിങ് എൽസ് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ പേഷ്യൻ്റ് ഒരു കാര്യം കൂടെ പറയും, അതായത് ലാസ്റ്റ് ടാസ്ക്, ആൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, ആളിപ്പോൾ സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണ്, നമ്മളത് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ നോൺ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് പിൽസ് ഓക്സിജൻ തെറാപ്പി എടുക്കുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോൾ അപകടം ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമ്മൾ പറയണം. എങ്ങനെ നമുക്ക് പറയാം, Mr. John, that must be really challenging for you to have not sleep when you are having a condition like COPD. But let me tell you that it is really dangerous to consume sleeping pill, especially during oxygen therapy, because that can lead to slow breathing and even threaten your life. So it is important that you need to avoid using sleeping pills without doctor's prescription. എന്ന് നമുക്ക് പറയാം. ഇതിന് ശേഷം നമുക്ക് അൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യാം, സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കുന്നതിന് പകരം വേറെ എന്തൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം, മിസ്റ്റർ ജോൺ ഐ ക്യാൻ ഡു വൺ തിങ്, ഐ വിൽ ഓഫർ യു സം സജഷൻ ദാറ്റ് യു ക്യാൻ യൂസ് ടു ഗെറ്റ് ഗുഡ് സ്ലീപ്പ്. ഇങ്ങനെ പറഞ്ഞിട്ട് യു ക്യാൻ ഗീവ് ആൾട്ടർനേറ്റീവ്സ്. എന്താണ്, യു ക്യാൻ ട്രൈ ഡൂയിങ് റിലാക്സേഷൻ ടെക്നിക്സ് സച്ച് എസ് മെഡിറ്റേഷൻ ഓർ യോഗ ഹാഫ് ആൻ അവർ ബിഫോർ യു ഗോ ടു സ്ലീപ്പ്. That will be really helpful. Some people even consume a warm glass of milk before going to bed. Moreover, you can try reading a book for half an hour before you go to bed. That can really help you in getting a good sleep. It will be really beneficial if you can maintain a strict sleeping schedule. You can go to the bed same time every day and that will certainly help you. In addition, try to avoid being exposed to blue screen before you go to bed. So please avoid watching television or using mobile phones during night time because that can hamper your sleep. Is everything clear for you, Mr. John? I hope I have explained everything to you. If you come across any doubts or problem, you can contact the community health center. We will be happy to help you. I hope this session was helpful for you. നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിൽ സ്പീക്കിംഗ് റോൾ പ്ലേ കാർഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ you can write that in the comment section. I will certainly do that. See you in the next video.